ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത മെയ് 6 തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടും. തുടർന്നുള്ള 48 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള സ്റ്റോറി സിനിമ മുസ്ലിങ്ങൾക്കെതിരല്ലെന്ന് നിർമ്മാതാവ് വിപുൽ ഷാ. സിനിമ കണ്ടാൽ വിവാദം തീരും, കേരളം മോശമാണ് എന്ന് സിനിമ പറയുന്നില്ല. തീവ്രവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട പെൺകുട്ടികളുടെ ദുരിതമാണ് സിനിമ പറയുന്നത്. ഇരയാക്കപ്പെട്ട 100-ലധികം പെൺകുട്ടികളെ നേരിൽ കണ്ടു. ചിത്രത്തിൽ അഭിനയിക്കാൻ പലരും തയ്യാറായില്ല. VS അച്യുതാനന്ദന്റെ പ്രതികരണം സിനിമ നിർമ്മിക്കാൻ പ്രചോദനമായെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് വിപുൽ ഷാ ന്യൂസ് 18നോട് പറഞ്ഞു. That the film is not against Muslims, the film is not against any religion, the film is against terrorism, and after watching this film they will not find it objectionable at all. We met so many girls who were the victims of manipulative conversion. We have testimonies of all those girls on video, so the film is not just, the film is about these 3 girls, but to write the story of these 3 girls, we must have met more than 100 girls. Since this statement was made by the Honorable Chief Minister of the state, that was one of the very important factor when we were doing our research. Of course, that has nothing to do with the film. But if a Chief Minister of the state is saying something so openly and loudly, that automatically becomes a very, very important point. We can't ignore it. So that went into that in a way triggered us to kind of work on this film. The Kerala Story സിനിമ ജനങ്ങളാണ് ബഹിഷ്കരിക്കേണ്ടതെന്ന് മന്ത്രി സജി ചെറിയാൻ. നിയമ നടപടി രണ്ടാമത്തെ കാര്യമാണെന്നും അത് സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളാണ് ഇത് നിരോധിക്കേണ്ടത്. പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പച്ചക്കള്ളം 32,000 വനിതകൾ ഇവിടുന്ന് ഭീകരപ്രവർത്തനത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്ത് പോയി എന്ന് പറയുന്ന പച്ച നുണ. ആ പച്ച നുണ പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തെ കലാപകലുഷിതമാക്കുക എന്ന സംഘപരിവാറിന്റെ അജണ്ടയാണ്. അതിനെ അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പണം മുടക്കി കേരളത്തിലെ മനുഷ്യന്റെ ഐക്യവും യോജിപ്പും തകർക്കുന്ന രൂപത്തിലുള്ള കള്ളം പറയുന്ന ഒരു സിനിമ അത് കേരളത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ രണ്ടാമത് നിൽക്കട്ടെ. ഈ കേരളത്തിലെ മതേതരവാദികളായ ചിന്തിക്കുന്ന 100% ആളുകളും ആ സിനിമ കാണാതെ അത് ബഹിഷ്കരിക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. AI ക്യാമറ പദ്ധതിയിലെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 3 കമ്പനികളുടെ കൺസോർഷ്യം രൂപീകരിച്ച യോഗത്തിൽ വിദേശ വ്യവസായി ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ലാഭങ്ങളെല്ലാം പോകുന്നത് ഒരു പെട്ടിയിലേക്കാണ്. ഉപകരാറുകൾ പലതും ഇവർക്കാണ് കിട്ടുന്നതെന്നും VD സതീശൻ ആരോപിച്ചു. കൊള്ളയാണ് ഇതെല്ലാം, കൊള്ള. അവര് പണം കിട്ടാൻ എന്തും ചെയ്യുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലൈഫ് മിഷൻ പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ കൊടുക്കുന്ന പണത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റും. ക്യാമറ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. ഊരാളുങ്കലിന് പണം കൊടുത്ത് അതിൽ നിന്ന് വർക്ക് മാറ്റും. അപ്പൊ കൊള്ളയായിരുന്നു 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് എന്നുള്ള വിവരങ്ങളാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. ഇഷ്ടക്കാരുമായി ബന്ധപ്പെട്ട് കമ്പനികൾ രൂപീകരിച്ച് അവരുടെ പെട്ടിയിലേക്ക് പണം എത്തിച്ച് സ്വന്തം പെട്ടിയിലേക്ക് മാറ്റുന്ന പരിപാടിയായിരുന്നു ചെയ്തത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഞങ്ങൾ ഹാജരാക്കിയത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണവും ഒരു ഡോക്യുമെന്റിന്റെ പശ്ചാത്തലം ഇല്ലാതെ ഒരു ആരോപണവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഡോക്യുമെന്റുകളുടെ രേഖകളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളാണ്. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. എവിടെ പോയി മുഖ്യമന്ത്രിയുടെ 6 മണിയുടെ പത്രസമ്മേളനം? ഇതിപ്പോ എന്താ ആകാശവാണിയാണ്? ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, ആകാശവാണിയാണ്. അങ്ങോട്ട് പറയുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും. മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട സഹാക്കന്മാർക്ക് മുഖ്യമന്ത്രിയോട് ചോദിച്ചു ചോദിക്കാൻ പറ്റുമോ? 6 മണിയുടെ പത്രസമ്മേളനം എന്തെങ്കിലും കാര്യമില്ല. കാരണം 50 മിനിറ്റ് അദ്ദേഹം പത്രസമ്മേളനം നടത്തും. 3 ചോദ്യം ചോദിക്കും. 2 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ഇരിക്കും. 1 ചോദ്യം ചോദിക്കുമ്പോഴേക്കും 7 മണിയാവും. ഇതല്ലേ പരിപാടി? അതാണ് ആകാശവാണി എന്ന് ഞാൻ പറയണത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആകാശവാണിക്ക് സമാനമാണ്. ഇങ്ങോട്ട് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, മറുത്തു മറുപടിയില്ല. ഇത് പറ്റില്ല.
ഉത്തരം പറഞ്ഞേ മതിയാവും. ഗുരുതരമായ ആരോപണങ്ങളാണ്. സംസ്ഥാനത്തിന്റെ പൊതുപണം കൊള്ളയടിച്ചിരിക്കുന്ന കേസാണ്. അത് പറഞ്ഞേ മതിയാവൂ എന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. AI ക്യാമറ പ്രാഥമിക കരാർ നടപടികളിൽ തന്നെ കെൽട്രോൺ വീഴ്ച വരുത്തിയതായി രേഖകൾ. 10 വർഷം പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെ 2017 സ്ഥാപിച്ച കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ കെൽട്രോൺ യോഗ്യത നൽകി. 2 രേഖകൾ കൂടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ക്ലിഫ് ഹൌസുമായും സർക്കാരുമായും ബന്ധമുള്ള തട്ടിക്കൂട്ട് കമ്പനികളാണ് അഴിമതിക്ക് പിന്നിലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ടെൻഡർ ഇവാലുവേഷൻ പ്രീ ക്വാളിഫിക്കേഷൻ ബിഡ് രേഖകൾ കഴിഞ്ഞ ദിവസം കെൽട്രോൺ പുറത്തുവിട്ടിരുന്നു. ടെൻഡറിൽ പങ്കെടുക്കാൻ സുപ്രധാന യോഗ്യതകളിൽ ഒന്ന് 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. എന്നാൽ 2020 4 വർഷത്തിൽ താഴെ മാത്രം പ്രവൃത്തി പരിചയമുണ്ടായിരുന്ന അക്ഷര ഇന്ത്യ എന്ന കമ്പനിക്ക് കെൽട്രോൺ ടെൻഡറിൽ പങ്കെടുക്കാൻ യോഗ്യത നൽകി. 10 വർഷം പ്രവർത്തന പരിചയമില്ലാത്ത അക്ഷര എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നടപടികളിൽ എങ്ങനെ ഉൾപ്പെടുത്തി? ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ടെൻഡറിൽ കൃത്യമായ ഒത്തുകളി നടന്നു. കെൽട്രോൺ ടെൻഡർ വിളിച്ചതിൽ ഗുരുതരമായ ക്രമക്കേട് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാവുകയാണ്. കെൽട്രോൺ പൂഴ്ത്തിവെച്ച ടെക്നിക്കൽ ഇവാലുവേഷൻ സമ്മറി റിപ്പോർട്ട്, ഫിനാൻഷ്യൽ ബിഡ് ഇവാലുവേഷൻ സമ്മറി റിപ്പോർട്ട് എന്നിവയും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഈ 2 റിപ്പോർട്ടുകളും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നാണ് ആരോപണം. ക്ലിഫ് ഹൌസിലും സർക്കാരിലും ഉന്നത സ്വാധീനമുള്ള 2 കമ്പനികളാണ് തട്ടിപ്പിന് പിന്നിലെന്നും രമേശ് ചെന്നിത്തല. പസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ രാംജിത്തിന് ക്ലിഫ് ഹൗസുമായി നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ ക്യാമറ രേഖകൾ ഇടിവെട്ടിപ്പോയില്ല എങ്കിൽ ആ ക്യാമറകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ട്രോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ജിതേഷിന് ശിവശങ്കറേക്കാൾ വലിയ ബന്ധമുണ്ട് ഭരണത്തിൽ. അതെന്താണെന്ന് നിങ്ങളോടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം, ഞാൻ മാത്രം പോരാ. കഷ്ടിച്ച് 100 കോടിക്കകത്ത് ചെയ്യാൻ കഴിയുമായിരുന്ന പദ്ധതിയാണ് 232 കോടിയിൽ എത്തിച്ചതെന്നും ചെന്നിത്തല ആരോപിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ മെയ് 20 UDF സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തും. പക്ഷെ ഇതുപോലൊരു നശിച്ച ഭരണം കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ സർക്കാരിന്റെ ഈ തരത്തിലുള്ള ഈ 2ാം വാർഷികം, അത് ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കുറ്റപത്രം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം മെയ് 20-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കണം. AI ക്യാമറ അഴിമതിയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്ക് നേരെ ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ. AI ക്യാമറ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവിന് ബന്ധമെന്ന് ശോഭാ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിക്കും മകൾക്കും ഇഷ്ടപ്പെട്ടവർ കരാറുകൾ നേടുന്നു. ബിനാമി പേരിൽ പ്രകാശ് ബാബു ടെൻഡർ നേടിയെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. വാർത്തകളിലേക്ക്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ BJP കൌൺസിലർ അറസ്റ്റിൽ. VG ഗിരികുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. PTP നഗർ വാർഡ് കൌൺസിലറാണ് ഗിരികുമാർ. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. NCP അധ്യക്ഷ സ്ഥാനം ശരത് പവാർ ഒഴിഞ്ഞു. മുംബൈയിൽ ആത്മകഥയുടെ 2ാം പതിപ്പിന്റെ പ്രകാശന ചടങ്ങിലാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം. എന്നാൽ സജീവ രാഷ്ട്രീയം വിടില്ലെന്നും പൊതുപരിപാടികളിലും യോഗങ്ങളിലും തുടരുമെന്നും പവാർ അറിയിച്ചു. പുതിയ അധ്യക്ഷനെ സുപ്രിയ സുലെ, അജിത് പവാർ, പ്രഫുൽ പട്ടേൽ, ജയന്ത് പാട്ടീൽ, അനിൽ ദേശ്മുഖ് തുടങ്ങിയ മുതിർന്ന നേതാക്കളടങ്ങിയ സമിതി തീരുമാനിക്കും. രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് 1960 മെയ് 1-നാണ്. നീണ്ടകാലത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. രാജ്യസഭയിൽ 3 വർഷത്തെ കാലാവധിയുണ്ടെന്നും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും ശരത് പവാർ പറഞ്ഞു. ഇനി എത്ര ഇരകൾ? ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴുന്ന കൌമാരപ്രായക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. രാസലഹരിയുടെ ഉപയോഗം സ്കൂൾ വിദ്യാർത്ഥികളിൽ വ്യാപകമാകുന്നു എന്നതാണ് വിവരം. ഗ്രാമനഗര ഭേദമില്ലാതെയുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ച് സമൂഹവും മാതാപിതാക്കളും ആശങ്കയിലാണ്. കളിച്ചും ചിരിച്ചും കഴിയേണ്ട ബാല്യം, അതിലേറെ മനോഹരമായ കൌമാരം, ഇതെല്ലാം വികൃതമാക്കി ഇന്നത്തെ യൗവനത്തെയും കൌമാരത്തെയും ലഹരിയുടെ മായിക ലോകത്തേക്ക് തള്ളിവിടുകയാണ് ലഹരി മാഫിയ. മൊബൈൽ ഉപയോഗവും അതുവഴിയുണ്ടാകുന്ന ബന്ധങ്ങളും
ലഹരി മരുന്നുമൊക്കെ പിഴുതെടുക്കുന്നത് ഭാവി തലമുറയെയാണ്. ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളും മറ്റ് ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനാകാതെ മാതാപിതാക്കൾ വലയുമ്പോൾ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾക്ക് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കാനേ അവർക്ക് കഴിയൂ. ഇപ്പം ലഹരിയുടെ ഉപയോഗം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അത് ഈ കൊച്ചു കുട്ടികളെ നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ള ഒരാശങ്ക മാതാപിതാക്കളുടെ ഇടയിലുണ്ട്. അപ്പം അത് എങ്ങനെ നമ്മൾ തരണം ചെയ്യും, ഇത് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്ക നമ്മുടെ ഉണ്ട്. നമ്മൾ ഈ കൊച്ചു കുട്ടികൾ, ഒരു പക്വതയില്ലാത്ത ഈ കുട്ടികളോട് നമ്മൾ എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കാനുള്ളത്? ഒരാളൊരു മുട്ടായി തന്നാൽ വാങ്ങി കഴിക്കരുത്, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും തന്നാൽ വാങ്ങി കഴിക്കുക. അവരൊരു പരിധിവരെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ ആരെങ്കിലും തന്നാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിയും. പിന്നെ അതിനൊക്കെ അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം അറിഞ്ഞിട്ടും അങ്ങേയറ്റം ജാഗ്രത പാലിച്ചിട്ടും പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ പിടിച്ചു നിർത്താൻ ഭരണകൂടത്തിനെന്നല്ല കുടുംബത്തിന് പോലും ആകുന്നില്ല എന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത. സ്കൂളുകളും ജാഗ്രത പാലിക്കണമെന്നാണ് മാതാപിതാക്കൾക്ക് പറയാനുള്ളത്. മക്കളുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ സുരക്ഷിതത്വമാണ് നമ്മുടെ പാരന്റ്സ് നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ബാക്കി ടൈം ഫുള്ളായിട്ട് മക്കള് സ്കൂളിലാണ്. ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ അവിടെ ഏത് രീതിയിലാണ് ചിലപ്പം ടീച്ചേഴ്സിന്റെ ഇതിന്റെ വഴി നിന്നായിരിക്കാം, അങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നില്ല. കാരണം അവരും ശ്രദ്ധിക്കണം എന്നുള്ള ഇതാണ് എന്റെയും ഒരു ഇത്, മനസ്സിലായില്ലേ? അപ്പൊ ഈ മക്കളുടെ ബാഗിൽ എന്തെങ്കിലും കാണുന്നത്, ഞാനിപ്പോ പറയുന്ന പാരന്റ്സിനോട് പറയുന്നത് എന്താ വെച്ചാല് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളുടെ ബാഗ് പരിശോധിക്കാം. അത് ഏത് പാരന്റ്സ് ആയാലും ശരി, ഏത് കുഞ്ഞുകുട്ടികളുടെ ബാഗായാലും ശരി, നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളുടെ ബാഗ് മസ്റ്റായിട്ടും നോക്കി പരിശോധിക്കുക തന്നെ വേണം. കളിച്ചിരി നിറയേണ്ട വീടകങ്ങൾ, കലാലയമുറ്റങ്ങൾ, അതാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നമുക്ക് നഷ്ടമാകുന്നത്. ഇനിയും ഇതിന് പരിഹാരം വൈകിക്കൂടാ. മാതാപിതാക്കളുടെ, അധ്യാപകരുടെ, കൂട്ടുകാരുടെ കണ്ണുനീർ വീഴാൻ ഇനിയും അനുവദിച്ചുകൂടാ. കൃഷ്ണപ്രസാദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 5560 രൂപ, പവന് 44,480 രൂപ. വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3815 രൂപ, ഔൺസിന് 1,12,660 രൂപ.